ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പടവലങ്ങ, ചേന, അച്ചിങ്ങാപ്പയർ, മുരിങ്ങക്കോല്, വെള്ളരിക്ക, ക്യാരറ്റ്, ഏത്തക്കായ, ചെറിയൊരു മാങ്ങ എന്നിവയാണ്. ഇനി ഇത് നമുക്ക് പച്ചക്കറിയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒന്നെടുക്കാം. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിയലിന് അരിയുമ്പോഴത്തേനും വെജിറ്റബിൾസ് കനം കുറച്ചാണ് അരിയേണ്ടത്. ഞാനിപ്പോൾ അരിഞ്ഞിരിക്കുന്നത് 2 ഇഞ്ച് നീളത്തിലാണ് വെജിറ്റബിൾസ് അരിഞ്ഞിരിക്കുന്നത്. ഇത് 1.5 കപ്പ് ചേനയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, 1.5 കപ്പുണ്ട്. ഇത് അച്ചിങ്ങാപ്പയർ 1 കപ്പ്, പടവലങ്ങ 1 കപ്പ്, അതും കട്ടി കുറഞ്ഞാണ്. വെള്ളരിക്ക 1 കപ്പ്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, മുരിങ്ങക്കായ 1/2 കപ്പ്, പച്ചക്കയാണ് ഏത്തക്ക 1/2 കപ്പ്, മാങ്ങ 1/4 കപ്പുണ്ട്. കൂടാതെ 6 പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചതുമുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വെജിറ്റബിൾസ് ഓരോന്നും ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ മൂട്ടിൽ പിടിക്കും. വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ ഇടുന്നില്ല. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും മാങ്ങയും ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാ വെജിറ്റബിൾസും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുളകും മാങ്ങയും നമുക്കൊരു 1/4 വേഗമാകുമ്പോൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. മൂട്ടിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ്. കൂടാതെ 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുളക് പൊടി എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമുക്കിനി അടുപ്പൊന്ന് പൊക്കി നോക്കാം. വെജിറ്റബിളൊക്കെ പതുക്കെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളെല്ലാം ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അല്പം വെജിറ്റബിൾ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വേകാനായിട്ടാണ്. കാരണം പച്ചമുളകും മാങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കൂട്ടി വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടുത്തായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 2 കപ്പ് തേങ്ങ ചുരണ്ടിയതാണ്. ഇത് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് തേങ്ങ ചതയ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചെറിയൊരു സ്പൂൺ ജീരകവും കൂടെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ജീരകവും തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറി എല്ലാം കൂടി ഒന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കുകയാണ്. എല്ലാം നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ
ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ചെല്ലണം നമുക്ക് തേങ്ങ. തേങ്ങ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിതൊരു 1/2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഒന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ എണ്ണയും കൂടെ, വെളിച്ചെണ്ണയാണ്, ഒഴിക്കുകയാണ്. കൂടാതെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഞാൻ ഈ അവിയലിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ എല്ലാ കഷ്ണത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒന്നാന്തര ഒരു അവിയലാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് അവിയൽ വെച്ച് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.